പൂരം കാണാൻ പോയാലോ? 4 പേര് കൂടുതൽ വരുമെന്നുള്ളത് കൊണ്ട് വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ചാൽ പോലും പോയി നിൽക്കാൻ മടി കാണിക്കുന്ന എനിക്ക് പക്ഷേ എവിടെയുമില്ലാത്ത ആവേശമായിരുന്നു ആദ്യമായി ഈ ചോദ്യം കേട്ടപ്പോൾ. കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും വെടിക്കെട്ടുമൊക്കെ ടി വിയിൽ ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്നിട്ട് നേരിട്ട് കാണാൻ അവസരം കിട്ടിയാൽ വെറുതെ വിടാൻ പറ്റുമോ? കാര്യമായി അണിഞ്ഞൊരുങ്ങി തന്നെ ഇറങ്ങി. തേക്കിൻകാട് മൈതാനത്തിലാണ് നടക്കുന്നതെന്ന് അറിയാമായിരുന്നെങ്കിലും അതെവിടെയായിട്ട് വരുമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു അവിടേക്ക്. പൂഴിമണൽ കടക്കാത്ത ജനസാഗരം എന്നൊക്കെ പത്രത്തിൽ തലക്കെട്ട് വരാറുണ്ട് പൂരത്തിന്റെ പിറ്റേന്ന്. പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലായത് അന്നായിരുന്നു. ഒരിക്കലെങ്കിലും പൂരം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലാവും. അങ്ങനെ ആളും ആരവവുമുള്ള തേക്കിൻകാട് മൈതാനം പിന്നീട് പലപ്പോഴും പല ഭാവങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു വൈകുന്നേരം നഗരത്തിന്റെ തിരക്കുകൾ ചുറ്റിലും നടക്കുമ്പോഴും ശാന്തമായ മുഖവുമായി നിലകൊള്ളുന്നതും. ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ നടന്നു ചെന്ന് നിന്നത് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു കൂറ്റൻ മതിലിന്റെ മുന്നിലാണ്, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ. പരശുരാമൻ നിർമ്മിച്ച 108 ശിവാലയങ്ങളിൽ കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. വടക്കുംനാഥന്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത്. അതിനാൽ തൃശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആദ്യം കാണുന്നത് വലിയൊരു പേരാൽ വൃക്ഷവും അതിനു ചുവട്ടിലുള്ള കൊച്ചു ഗണപതി ക്ഷേത്രവുമാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 3 പ്രധാന ആൽമരങ്ങളിൽ നടുക്കുള്ളത് എന്ന അർത്ഥത്തിൽ നടുവിലാൽ എന്ന പേരിലാണ് ഈ പേരാൽ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് മുന്നിൽ അല്പം വടക്കോട്ട് മാറി മറ്റൊരാൽമരം കാണാം. ഇതാണ് ശ്രീമൂലസ്ഥാനം. ഐതിഹ്യപ്രകാരം ഭഗവാൻ ആദ്യം കുടികൊണ്ട സ്ഥലമായതുകൊണ്ടാണ് ഇവിടം ഈ പേരിൽ അറിയപ്പെടുന്നത്. ഗോപുരത്തിനും നടുവിലാലിനും ഇടയിലുള്ള ഭാഗത്താണ് തൃശൂർ പൂരത്തിലെ ചെറുപൂരങ്ങൾ, അതായത് പാറമേക്കാവ്, തിരുവമ്പാടി എന്നിവ ഒഴികെയുള്ള 8 ക്ഷേത്രങ്ങൾ സമ്മേളിക്കുന്നത്. ഇവിടുത്തെ 4 ക്ഷേത്ര ഗോപുരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ഗോപുരം പടിഞ്ഞാറേ ഗോപുരമാണ്. പടിഞ്ഞാറേ ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്ന ശിലയാണ് കലിശില എന്നറിയപ്പെടുന്നത്. കലിശില ഓരോ ദിവസവും വളർന്നു വരുന്നുണ്ടെന്നാണ് വിശ്വാസം. കലിശില വളർന്ന് ക്ഷേത്രഗോപുരത്തിന്റെ ഉയരത്തിലെത്തിയാൽ ലോകം അവസാനിക്കുമെന്നാണ് വിശ്വാസം. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ചിലതൊക്കെ മനുഷ്യന്റെ പരിമിതികൾക്കും അപ്പുറമാണല്ലോ. അതുപോലൊരു കഥയാണ് ഇവിടുത്തെ ഇലഞ്ഞിക്ക് പിന്നിലും. ഇലഞ്ഞിത്തറ മേളം നടക്കുന്നിടത്ത് ഇതിനു മുൻപുണ്ടായിരുന്ന ഇലഞ്ഞി കാലപ്പഴക്കം കൊണ്ട് കടപുഴകി വീണുവെന്നും പിന്നീട് അവിടെ വെച്ച ഇലഞ്ഞി ഇന്നും ശൈശവം കടന്നിട്ടില്ലെന്നും പറയപ്പെടുന്നു. എന്നെപ്പോലെ പൂരം കാണാൻ വന്ന പരിചയത്തിൽ മാത്രം തൃശ്ശൂരിനെ വിലയിരുത്തി പിന്നീട് 2 വർഷത്തോളം ഇവിടെ നിന്ന് പഠിച്ചപ്പോൾ അറിഞ്ഞിട്ടും തീരാത്ത എത്ര കഥകളാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തൃശ്ശൂർ എന്നാൽ പൂരം എന്ന് മാത്രമല്ലാതെ മറ്റെന്തൊക്കെ നിങ്ങൾക്കറിയാം? കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി പരിഗണിക്കൂ. താങ്ക് യു.